ഓഗസ്റ്റ് 14 വരെ ലഭ്യമായ കണക്കുകളാണ് പ്രസ്തുത മെമ്മോറാണ്ടം തയ്യാറാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആശ്രയിച്ചത്. SDRF ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങളുണ്ട്. ഇത് 2 തരത്തിലാണ് ചെലവഴിക്കാനാവുക. ഒന്ന്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട യൂണിറ്റ് കോസ്റ്റ് വെച്ചുകൊണ്ട്. മറ്റൊന്ന്, എത്രയാണോ യഥാർത്ഥ ചെലവ് അതിൻ്റെ ആക്ച്വൽസ്, അഥവാ അത് മുഴുവനായി തന്നെ. അതായത് ഒരു വീട് നഷ്ടപ്പെട്ടാൽ അത് എത്ര ലക്ഷങ്ങൾ വിലയുള്ളതാണെങ്കിലും പരമാവധി SDRFിൽ നിന്ന് നൽകാൻ സാധിക്കുക 1,30,000 രൂപ മാത്രമാണ്. 1 കിലോമീറ്റർ റോഡിന് 1 ലക്ഷം രൂപ, ഒരു സ്കൂളിന് 2 ലക്ഷം രൂപ, ഇങ്ങനെയാണ് SDRFിൽ നിശ്ചയിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും അറിയാലോ. ഇവ എത്രമാത്രം അപര്യാപ്തമാണ് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1,30,000 രൂപ കൊണ്ട് ഒരു വീട് വെക്കാനാകുമോ? കേരളത്തിൽ ഒരു വീടിന് ഏറ്റവും ചുരുങ്ങിയത് 4 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. SDRFിന് പുറമെ ജനങ്ങൾ സംഭാവന നൽകിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തുക നൽകുന്നത്. കോടികൾ ചെലവാക്കി പണിത സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് തകർന്നാൽ 2 ലക്ഷം രൂപ കൊണ്ട് അടിത്തറ പോലും കെട്ടാനാകില്ല. ഇങ്ങനെ തീർത്തും അപര്യാപ്തമായ തുക നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരു പരിധിവരെ സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയാത്തതാണ്. ആ മാനദണ്ഡപ്രകാരം ഒരു ദുരന്തഘട്ടത്തിൽ ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിസ്സാരമായ തുകയെ ലഭിക്കുകയുള്ളൂ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്താ നമ്മുടെ അനുഭവം? അതുതന്നെ പലപ്പോഴും കിട്ടാറില്ല. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം. ഇവിടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി സഹായം ലഭിക്കാൻ നൽകിയ മെമ്മോറാണ്ടത്തെയാണ് ആക്രമിച്ചത്. അതുപോലും കിട്ടരുത് എന്ന ദുഷ്ടലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രചാരണം വയനാട്ടിലെ ദുരിതബാധിതർക്കെതിരെ കടന്നാക്രമണമായി മാത്രമേ കണക്കാക്കാനാവുകയുള്ളൂ. ഇനി മറ്റ് ചില ഹെഡുകൾ. അവയിൽ SDRFിൽ ചിലവായ മുഴുവൻ തുകയും അനുവദിക്കാൻ സാധിക്കും. രക്ഷാപ്രവർത്തനം, ക്യാമ്പ് മാനേജ്മെൻറ്റ്, ദുരന്ത അവശിഷ്ടങ്ങൾ മാറ്റുന്നത്, കുടിവെള്ള വിതരണം തുടങ്ങിയവയാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ആകെ ചെലവ് എത്രയാണോ അത് മുഴുവൻ SDRFിൽ നിന്ന് അനുവദിക്കേണ്ടതുണ്ട്. ഇതാണ് ആക്ച്വൽസ് എന്ന് മെമ്മോറാണ്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം. എന്നാൽ മെമ്മോറാണ്ടത്തിലെ ഈ ആക്ച്വൽസ് കണ്ട് അത് ഇതിനോടകം ചെലവഴിച്ചു കഴിഞ്ഞ പണം ആണെന്നാണ് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ചത്. മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഇവയുടെയൊന്നും ചെലവുകളുടെ യഥാർത്ഥ ബില്ലുകൾ ലഭ്യമായിട്ടില്ല. നടക്കുന്ന രക്ഷാപ്രവർത്തനവും അത് എത്ര നാൾ തുടരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പ്രോജക്റ്റഡ് തുക തയ്യാറാക്കി സമർപ്പിക്കാനാണ് സാധിക്കുക. അത് ചിലപ്പോൾ കൂടുതലോ കുറവോ ആകാം.